ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോവാണ്ട്. എങ്ങനെയാണ് 2 ദിവസം മുന്നേ നമ്മുടെ അബ്രുമുത്ത് രാത്രി ഉറക്കം ശരിയാവണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എന്തോ ഒരു പണി വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇവർ ഉറങ്ങാണ്ടിരിക്കുമ്പോഴാണ് പിന്നെ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇവർക്കൊന്നില്ലെങ്കിൽ ജലദോഷം വരും, അല്ലെങ്കിൽ പനി വരും, അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും സിംറ്റംസ് 2 ദിവസം മുന്നേ കാണിക്കും. ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാണ്ടിരിക്കുക. ഇതുവരെയൊക്കെ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ദൈവമേ ഒന്നും വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രുവിന് ജലദോഷം വന്നു കഴിഞ്ഞാൽ അബ്രു കിടന്ന് കരയും. അപ്പോൾ ആദം ഇപ്പോൾ ഉറങ്ങണമെങ്കിൽ ആദം എനിക്കും. അങ്ങനെ 2 പേരും കൂടി ഒരുമിച്ച് കരയുമ്പോൾ എനിക്കത് ഒരു ബുദ്ധിമുട്ടാണത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 2 പേരും ഞാൻ തന്നെ എടുക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യും. പിന്നെ ആദത്തിനും വരും. ആകപ്പാടെ പ്രശ്നം ദൈവം വരലേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴേക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പേടിയിൽ വന്നുകൊണ്ടിരിക്കണേ. ഉണക്കമീൻ എടുത്ത് സബോള, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് വീട്ടിലുണ്ടാക്കാറില്ല, അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടാ. വേറെ നല്ല ഇത് ഉണക്കസ്രാവ്, അതായത് മാമ്പളര് കൊണ്ടാണ് ഉണ്ടാക്കാറ്. എനിക്ക് ഉണക്കസ്രാവ് വലിയ ഇഷ്ടമില്ല, എന്നാലും ഉണക്കമീൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കുമല്ലോ. അതോടെ ഇതേ സബോള, ഇഞ്ചി, പച്ചമുളക് സാധനങ്ങളൊക്കെ ഇട്ട് അതിനെ വരട്ടിക്കൊണ്ടിരിക്കുക. ഈ ലേശം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ലേശം മുളക് പൊടി ഇടും. അതാണ് സാധാ പതിവ്. പിന്നെ ആദ്യം കൂട്ടത്തിൽ ചിക്കൻ രാവിലെ മസാല തിരുമ്മിയിലേ വറുത്ത് വെച്ചിട്ടുണ്ടേ. നമ്മുടെ പുതിയത് വാങ്ങിയ ഫ്രൈ പാനാ. ഇന്ന് ഞാനത് ഉദ്ഘാടനം ചെയ്തു. കുഴപ്പമൊന്നും കേട്ടോ, കുറച്ച് ഓയിൽ മതി. ഒരു കണ്ട ഇത് മറ്റേ സെറാമിക് കോട്ടിങ്ങിന്റെ ആണ്. നല്ല ഫ്രൈ പാനാണ് കേട്ടോ. ഫ്രൈ ഇരിക്കുന്ന ടാശാണ്, യാതൊരു തരത്തിലുള്ള ഇതില്ല. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചോറോടൊക്കെ വെച്ചിട്ട് ചിക്കൻ ചോദിച്ചോണ്ടിരിക്കുക. ചോറും ചിക്കൻ ഇഷ്ടണേ. ഈ ഉണക്കമീൻ ഈ സബോള അവന് എന്തായാലും ഇഷ്ടമില്ല. ഉണക്കമീൻ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഉണക്കമീൻ സബോള ഇട്ടതൊന്നും ആശാന് ഇഷ്ടാവില്ല. ഇപ്പൊ അവന് ചോറ് കൊടുക്കണം. മഞ്ഞപ്പൊടി, മുളക് പൊടി എടുക്കട്ടെ ഞാൻ. ഇവനെ തല്ലണ്ട. എല്ലാവരും അടി കൊടുത്തോ. മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടുട്ടാ. ഇത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി. അതേപോലെ നമുക്ക് ചോറ് തിന്നാം. എന്തൊക്കെയത് ആരെന്നെ തല്ലടാള് ആരാ അടിയിട്ടമ്മേനെ കുഞ്ഞു. ഇങ്ങനെ ഈ സാധനം വെക്കുന്നത് ഇവിടുത്തെ അപ്പച്ചനൊന്നും ഇഷ്ടമില്ല കേട്ടാ. ഈ സബോള ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല. സാധാ ഉണക്കമീൻ ഓക്കെ, ഇങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാണ്. അത് പൊട്ടിപ്പോവും. അത് ചില്ലാണ്. അത് ചില്ല വേണ്ട. ആവശ്യമില്ല സാധനം എടുക്കുള്ളൂ. ചിക്കൻ ഓടിപ്പോയി. ഇങ്ങനെ സൗണ്ട് തന്നെ ഉണ്ടണ്ടാ. അവിടെ ഉണ്ട്. ഇങ്ങനെ ഓടിപ്പിച്ചു. ഫ്രണ്ടിലൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങടെ ഓർഡറാന്ന് പറഞ്ഞ അങ്ങടെ ഓടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിട്ട്. ഇവൻ എന്റെ പിന്നാലെ വാരി പോലെ നിക്കോളൂ. എനിക്ക് അതാണ് ഭ്രാന്ത് പിടിക്കുക. ഈ വെളിച്ചെണ്ണ കുപ്പിക്ക് നമ്മളോട് വെക്കില്ലേ, അപ്പൊ ഈ ഗ്യാസാൻ വന്ന് തട്ടിയെടുത്തോണ്ട് പോകും. ഈ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പിള്ളേരെ നിർത്തുന്നത് ഭയങ്കര പേടിയാണ്. കാരണം ഇവന്മാർ ഈ ചീൻചട്ടിയോ ഫ്രൈ പാനോ ഏതെങ്കിലും പിടിച്ച് വലിച്ചു കഴിഞ്ഞ് മേത്ത് കൂടെ വീണ എന്താ അവസ്ഥ? ഇപ്പൊ തന്നെ കൊണ്ടുപോകേണ്ടി വരില്ലേ? എനിക്ക് അതുകൊണ്ട് ഭയങ്കര പേടിയാ. ഇവര് പിന്നീട് മാറില്ല താനും. എന്തായി നമ്മുടെ ഉണക്കമീൻ? വലിയ രസമൊന്നുമില്ലല്ലോ. മാതളേന്റെ രസമില്ല കേട്ടാ. നമ്മുടെ ഉണക്കമീൻ്റെ അങ്ങനെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ. അമ്മിച്ച് വെക്കുന്ന ടേസ്റ്റ് എന്തായാലും വരില്ല ഇതിന്, ഉറപ്പാണല്ലോ. അതാണ് അമ്മമാരുടെ കഴിവ്. നമ്മള് അത് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ചേട്ടൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടൻ കൊച്ചു കൊറേ നേരം റംബൂട്ടാൻ ചോദിക്കണം. കഴിഞ്ഞ പ്രാവശ്യം റംബൂട്ടാൻ തിന്ന് ഫുഡ് പോയിസൺ ആയതാ. എന്നാലും അപ്പച്ചൻ പുറത്തേക്ക് പോകുമ്പോ പിന്നെ റംബൂട്ടാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കൂട്ടാ ഒന്നും പറയണ കാരണം. ഇതേ നമുക്ക് ദേ റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. കോലപ്പാടെ നമ്മുടെ വീട്ടിലുണ്ടായ റംബൂട്ടാൻ ഉണ്ടതേ. അത് നോക്കിടാ. അതെ ചോറിനണം മതി കണ്ടാ. അങ്ങനെ നമുക്ക് റംബൂട്ടാൻ കിട്ടി. ഇപ്പൊ ഇത് തിന്നാം. നമ്മുടെ വീട്ടിൽ കുറെ ഉണ്ടാവാറിട്ടെ. ഈ പ്രാവശ്യം അങ്ങോട്ട് പോവാത്ത കാരണം തിന്നിട്ടേ ഇല്ല. എങ്ങനെയുണ്ട്? സൂപ്പറാ? മധുരണ്ടാ? പുളിയുണ്ടാ? ഒരുത്തം കാണിക്കുന്ന നോക്കി. ഇന്നെന്നാന്ന് ആർക്കാടാ?
റംബൂട്ടാൻ തിന്നാണ്. അപ്പച്ചനൊന്നും വീട്ടിലില്ല കേട്ടോ. അപ്പച്ചനെ ഇന്ന് ചന്തക്ക് പോയേക്കാണ്. അപ്പൊ അപ്പച്ചൻ വീട്ടിലില്ലാത്തോണ്ട് ആശാമാർ രണ്ടുപേരും ദേ അപ്പാപ്പനെ ജനലേമ തിന്ന് നോക്കിക്ക വന്നുണ്ടോ എന്നുള്ളത്. എന്താ സ്നേഹം അല്ല, സ്നേഹമുള്ള രണ്ട് കുഞ്ഞുമക്കള് ജനലേമ കമ്പികൾമ കയറുന്ന രണ്ടെണ്ണം കൂടി അടിയത് കിട്ടുമ്പോ അപ്പാപ്പനെ നോക്കി നിന്നിട്ടാ. അപ്പാപ്പ വരും, എന്നിട്ട് പറഞ്ഞേച്ചേക്കണം അപ്പാപ്പനോട്. ആ ഇങ്ങടെ ഇറങ്ങ, അപ്പാപ്പ വരും, വായോ. അപ്പൊ വരട്ടെ, വരുമ്പോ നമുക്ക് പുറത്തേക്ക് പോവാട്ടാ. വായോ. ഗേറ്റ് തുറന്ന ആരോ തുറന്നേ? ആ അമ്മാവ ഗേറ്റ് തുറന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ വരട്ടേട്ടാ. കുറച്ചുകൂടി ഇരിക്കി, ഗുഡ് ബോയ്സ് ആയിട്ട് കളിക്കി. അവിടെ നിക്കണ്ട, ഇവിടെ നിന്നാ മതി. അത് അബുരു മേലിക്ക് കയറണ്. ഗേറ്റ് അടയോ? അതാ അടയോ? അപ്പാപ്പ വന്നാ? ആ അടഞ്ഞുടഞ്ഞു നിർത്തിക്കോളാൻ പറയാ പാപ്പനോട്. അടഞ്ഞിട്ടില്ലേ? ആ ഓണടിക്കുന്നു. ഓ മതിയില്ലേ? അതാ ആ പാട്ടൊക്കെ കഴിഞ്ഞു. പോരാ, നീ സാധനങ്ങൾ എടുക്കാവാ. സാധനങ്ങൾ കൊണ്ടുവന്നാ? ഇത് തുറന്നിട്ടേക്കാ പാപ്പ. തോമസ് അടക്കണ്ട അടക്കണ്ട, എടാ വെയിറ്റ് ഉണ്ട്. മുമ്പ് എനിക്കെന്ന് അത് ഉണക്കമീനാ. അതാ ആദത്തിന് പിടിക്കാൻ പറ്റില്ല. കൊണ്ടോ ഇനി അവന് മറ്റേ മധുരമുള്ള വെള്ളം, പഞ്ചസാര വെള്ളം. അപ്പൊ അവനെ പിടിക്കല്ലേ. വീണ്ടും കൊണ്ടുവന്ന ഫ്ലാസ്ക് വെള്ളം. റംബൂട്ടാനല്ലേടാ നീ തിന്നാ? ആരെ കൊണ്ടുവന്നേന്ന് പറഞ്ഞ റംബൂട്ടാൻ? ഇവിടേക്ക് എന്തോരം റംബൂട്ടാൻ കൊണ്ടുവന്നു പറഞ്ഞപ്പ അവനോട്. കെട്ടിയോ പോയിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ആള് പോണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് ഭയങ്കര പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരെ രണ്ടുപേരും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു 4 മാസം 5 മാസത്തോളം എൻ്റെ വീട്ടിലായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് 5 മാസമൊക്കെ കഴിഞ്ഞ പിന്നെയാണ് ആള് ലീവിന് വന്നതും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആളിവിടെ ഉണ്ടായിരുന്നു, ചേട്ടായി ഉണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടായിയുടെ അടുത്ത് ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടായി അത് ചെയ്തായോ, അത് അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്ത് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആള് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഹെൽപ്പൊക്കെ പോവാണ്. ഞാനിതൊക്കെ തന്നെ കൺട്രോൾ ചെയ്യണം, അങ്ങനത്തെ ഒരു പേടി. പിന്നെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കയ്യിലേക്ക് ഇവർക്ക് അങ്ങോട്ട് അടുക്കണില്ല. ആ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒക്കെ മാറി എന്നുള്ളതാ. ഇപ്പം ആള് പോയി കഴിഞ്ഞ് 2-3 ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണെങ്കിലും അബ്രു ആണെങ്കിലും അപ്പം പോയതിൻ്റെ ഒരു സങ്കടം ആദത്തിനുണ്ടായി. 2 ദിവസത്തേക്ക് ഉണ്ടായുള്ളൂ. അത് ഇനിയിപ്പോൾ ആദത്തിനോട് പറഞ്ഞു, അപ്പം പോയി ആദത്തിനെ കൊണ്ടുപോകും, ആദം കരയണ്ട, ആദത്തിനെ കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോൾ ആദത്തിന് ഇപ്പം കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ഇവരുടെ തല്ലുകൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പറഞ്ഞു കൊടുത്തവർക്ക് മനസ്സിലാവില്ല. അല്ലാണ്ട് ഇപ്പം ചില കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൻ അവിടെയാണെന്ന് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. മുന്നൊക്കെ അവൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴേക്കും ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ഇപ്പം അവനത് ഓക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചന് ഓരോരോ പണികളായിരുന്നു. ഓരോ പണികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 2 എരുമയുണ്ടായിരുന്നു. എരുമയ്ക്ക് വെള്ളം കൊടുക്കണം, പുല്ലരിയണം, അങ്ങനെ കുറേ പണികൾ അപ്പച്ചന് ഒരു നേരം ഒഴിവുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അപ്പച്ചൻ എന്ത് ചെയ്തത്, എരുമേനെ കൊടുത്തതും. പിന്നെ അപ്പച്ചൻ ഫുൾ ടൈം വീട്ടിലുണ്ട് എല്ലാ കാര്യത്തിനും. അപ്പം പോയി കഴിഞ്ഞ പിന്നെ എല്ലാ കാര്യത്തിനും നമ്മുടെ ആദംകൂട്ടിന് അപ്പാപ്പം വേണം എന്നുള്ളതാ സത്യം. കഞ്ഞി കുടിക്കണമെങ്കിൽ അപ്പാപ്പം വേണം, പാമ്പേഴ്സ് ഉണ്ടെങ്കിൽ അപ്പാപ്പം വേണം, എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ ഇവൻ വാല് പോലെ അപ്പാപ്പൻ്റെ പിന്നാലെ ഇറങ്ങും. പക്ഷെ മാക്സിമം കൊണ്ടുപോകാണ്ടിരിക്കട്ടെ. കാരണം അറിയാം അപ്പച്ചന് ഇവനെങ്ങാ ഒരു ദിവസം കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും കൊണ്ടുപോകേണ്ടി വരുന്നത്. അപ്പനെ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും അപ്പൻ്റെ പിന്നാലെ വാലായിരുന്നു. എങ്ങോട്ട് പോണെങ്കിലും അപ്പം കൊണ്ടുപോകാണ്ട് പോയില്ല. അപ്പനാണെങ്കിൽ ഒരു സങ്കടമാണ്, മോനാണെങ്കിൽ ഒരു സങ്കടമാണ്. അപ്പം അപ്പൻ വായോ തൊപ്പിയെടുക്ക് അതെടുക്ക് എന്ന് പറഞ്ഞ് അപ്പം കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു ആ ഒരു ശീലം. കൊച്ച് അപ്പാപ്പൻ്റെ അടുത്ത് പയറ്റാൻ ശ്രമിച്ചു. പക്ഷെ അപ്പച്ചൻ്റെ ടെക്നിക്ക് മനസ്സിലായി. ഇവനെ എന്താ പറയാ, ഒരു ദിവസം കൊണ്ടുപോയി കഴിഞ്ഞാൽ പെടുന്നുള്ളത് മനസ്സിലായതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടാ. അപ്പൊ ആദംകൂട്ടിന് അങ്ങനെ പോണ ആ ഒരു ഇതില്ലേ, അത് അവന് ഇല്ലാണ്ടായി. അതിൻ്റെ ഒരു സങ്കടം അവനുണ്ട്. കാരണം പുറത്തേക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളാണെങ്കിലും ഇടയ്ക്ക് ഇവിടെ ഹൈലൈറ്റ് മാൾ ഉണ്ടല്ലോ തൃശ്ശൂര്,
അവിടേക്ക് ഇവരെ വണ്ടിയിൽ കളിക്കാൻ കൊണ്ടുപോകാറുണ്ട്. ഇടയ്ക്ക് വണ്ടിയിൽ കളിക്കാൻ. പക്ഷെ ഇവ പോകുമ്പോൾ എനിക്ക് ഇന്ന ഫുഡ് വേണമെന്നോ അല്ലെങ്കിൽ അത് വേണമെന്നോ ഇത് വേണമെന്നോ അങ്ങനെ ഒന്നും നിർബന്ധം പിടിക്കാറില്ല കേട്ടോ. അങ്ങനെ ഒന്നും പറയാറില്ല. അവന് കളിക്കണം, വണ്ടിയിൽ കളിക്കണത്. അപ്പം പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ അവൻ അപ്പാപ്പനോട് പറഞ്ഞു, അപ്പ ലുലൂച്ച് പോവാ, അപ്പാപ്പ ലുലൂച്ച് പോവാ. അപ്പാപ്പ ചോദിക്കുന്നുണ്ട് ലുലൂക്കാ, അപ്പാപ്പ ബർഗർ തിന്നെ. അപ്പാപ്പ ചോദിക്കുന്നത് ബർഗറാ, ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയ? അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ലാസ്റ്റ് പോയിപ്പോൾ അമ്മച്ചിനെ കൊണ്ട് പോയിപ്പോൾ ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ പറയുന്നത് അവന് ബർഗർ തിന്നണം, ലുലുക്ക് പോകണമെന്നെങ്കിലും അവൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു അവൻ ആ ഓർമ്മയിൽ പറയണ്ട. പക്ഷെ അങ്ങനെ അപ്പച്ചന് പുറത്തേക്ക് കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വലിയ താല്പര്യമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഈ പുറത്തുനിന്ന് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഈ ഫുഡ് പോയിസണോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒന്നാമത് ഈ ന്യൂസിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ പഴയ ഭക്ഷണം കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഇവർക്ക് അതൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കഴിച്ചാലും പ്രശ്നങ്ങൾ. അതുകൊണ്ട് അപ്പച്ചന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല, ആ പരിപാടി ഇഷ്ടമല്ല. കളിക്കാൻ കൊണ്ടുപോകുന്ന കാര്യം അപ്പാപ്പ അങ്ങനെ ചോദിച്ചിട്ട് എന്നോട് എവിടെയുണ്ട് ലുലു, അപ്പച്ചന് അറിയില്ല. ഇതുവരെ അങ്ങനെ പുറത്തേക്ക് കറക്കം കുറവുള്ള ടീംസാണ് ഇവിടെ. അപ്പം ഹൈലൈറ്റ് മാൾ എവിടെയെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാനും അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ഇപ്പം പറയാണ് നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകാണ്ടിരിക്കൊന്നുമില്ല. പോകണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൊണ്ടുപോയി. ഇവൻ പറയുന്നത് പിന്നെ നോക്കില്ലല്ലോ, ഇവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഞാൻ ആലോചിക്കുന്നതല്ല, ഇവനിവിടെ പറന്ന് നടക്കാണ് ഇവിടെ നാട്ടില്. ഇവന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കൂട്ടിലിട്ട് അടച്ചു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? എനിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പം അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇവനെങ്ങനെ ഞാനൊരു റൂമിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലാറ്റിൽ എങ്ങനെ ഇട്ട് നോക്കും. സ്കൂളിൽ പോകണമെന്ന് നോക്കുമ്പോൾ തന്നെ ഇപ്പം പറയുന്നുണ്ട് എനിക്ക് സ്കൂളിൽ പോകണ്ട അമ്മേ, സ്കൂളിൽ പോകണ്ട, അവന് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട് സ്കൂളിൽ പോകുന്നത്. പിന്നെ എനിക്ക് മടിയായിരുന്നു. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനും മടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ആവേശത്തിൽ പറയുന്നുണ്ട് പുസ്തകം ബാഗൊക്കെ വേണമെന്ന്. അല്ലാണ്ട് ഇവൻ സ്കൂളിൽ പോകാൻ നല്ല മടിയനായിരിക്കും, എനിക്ക് ഒരു സംശയം അതിലില്ല. അപ്പം അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഇവൻ പറന്ന് ഇവിടെ എല്ലാവരും കൂടെ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ അവനൊരു പ്രശ്നമായിരിക്കും. അത് കുറച്ച് ദിവസത്തേക്ക് പിന്നെ പുറത്ത് പാർക്കിലൊക്കെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ വിചാരിക്കണം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഞാൻ ഇപ്പോഴേ എടുത്തു തുടങ്ങി. താങ്ങണ്ടെന്ന് പറയാം. അത് ഓവർ തിങ്കിങ് ഉണ്ട് എനിക്ക്. ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ച് കൂടി ഞാൻ ചിന്തിച്ചു. ശരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, വരുമ്പോൾ വരട്ടേന്ന് അങ്ങനെ വിചാരിക്കണം. ഇടയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കട്ടെ. എന്നാലും ചില സമയത്ത് ഇവൻ ഇങ്ങനെ കളിക്കണൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഇവനെ ഞാൻ എങ്ങനെ നോക്കും. അപ്പൊ രാത്രി മുന്നൊക്കെ അതങ്ങോട്ടൊക്കെ അറിയാറുണ്ട് കേട്ടോ, എഴുന്നേറ്റ് ഉറക്കത്തിൽ കരയും. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. അത് ആളൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെ കരയും, അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. ഞാൻ വിചാരിച്ച അത്ര പ്രശ്നങ്ങൾ ഉണ്ടായില്ല. എന്നാലും ദൈവം സഹായിച്ച എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഇവർ വാശിയൊക്കെ പിടിച്ച കറി വെക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആവും. അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അപ്പച്ചനുള്ളതുകൊണ്ട്, അപ്പച്ചനും കൂടി വീട്ടിലുള്ളത് കൊണ്ട് ഇപ്പൊ അത് ഒരു ലെവലിൽ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.